ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന. യേശുവേ, ഞങ്ങള് ഉടമ്പടിയുടെ ചൈതന്യത്തിൽ എന്നും നിലനിൽക്കുവാനുള്ള, അന്ത്യം വരെ നിലനിൽക്കുവാനുള്ള വലിയ കൃപ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ വലിയ സാക്ഷികളാക്കി മാറ്റണമേ. ഹല്ലേലൂയ വീണാലും അവിടെ ഞാൻ ഏകനല്ല. ഇരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നത് തീരല്ല, യേശുവിൻ കരങ്ങളിലാ. വീഴുന്നത് തീരല്ല, യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന. ദൈവികമായി ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ വെളിപ്പെടുത്തലുകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയം എപ്പോഴും നിനക്ക് വാസയോഗ്യമായിരിക്കുവാൻ, ഉടമ്പടിയിലൂടെ ഒരുക്കപ്പെട്ട ഒരു ഭവനമായി തീരുവാൻ, ഒരു ഹൃദയമായി തീരുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് മാത്രം ഞങ്ങളുടെ ഹൃദയത്തിൽ രാജാവായി വാഴണമേ. അങ്ങയ്ക്ക് മാത്രമുള്ള ഇരിപ്പിടത്തിൽ അങ്ങയുടെ സാന്നിധ്യം പ്രകടമാകുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമേനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. 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 എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന
മക്കളെ, കൈകൾ നെഞ്ചത്ത്, ഇടത് കൈ നെഞ്ചത്ത്, വലത് കൈ ശിരസ്സിന് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഓൺലൈനിലുള്ള എൻ്റെ സഹോദരങ്ങൾ ഇതുപോലെ ചെയ്യേണ്ടതാണ്. ഈ പ്രാർത്ഥന ഏത് കാലത്ത് കേട്ടാലും അതുപോലെ ചെയ്യണം. ഉടമ്പടി ധ്യാനം അതിനാധിഷ്ഠിതവും ഉടമ്പടി അടിസ്ഥാനപരമായത് കാരണം ഏത് കാലത്തും വർക്കൗട്ട് ചെയ്യരുത്. നീ അതിൽ വിശ്വാസവും ദൈവസ്നേഹവും അർപ്പിച്ചാൽ മതി. രോഗങ്ങളുടെ മേലും ജീവിത പ്രാരാബ്ധങ്ങളുടെ മേലും സമാശ്വാസം പ്രാപിക്കാനുള്ള പ്രാർത്ഥനയുടെ സമയമാണ്. എല്ലാവരും സ്തുതിക്കട്ടെ, ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൾത്താരയിൽ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ അടയാളം കാണിക്കണമേ. അങ്ങനെ ഉന്നതമായ കരബലത്താൽ അടയാളം കാണിക്കണമേ. കർത്താവേ, ഓരോ മകൻ്റെ മേലും മകളുടെ മേലും അങ്ങ് തിരുമുറുപാർന്ന് വലതുകരം ആണിപ്രദാർന്ന് അത്ഭുതകരം വെക്കണമേ. അപ്പാ, അങ്ങിപ്പോൾ തന്നെ യേശുക്രിസ്തു നാമത്തിൽ അടയാളം കാണിക്കണമേ. അപ്പാ, അങ്ങിപ്പോൾ തന്നെ യേശുക്രിസ്തു നാമത്തിൽ അത്ഭുതങ്ങൾ വർഷിക്കണമേ. അപ്പാ, എല്ലാ മക്കളും, തളർന്നു പോയ മക്കള്, വാടിപ്പോയ മക്കള്, ആറിപ്പോയ മക്കള് എല്ലാം പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവിൻ്റെ ശക്തി ഇടിമുഴക്കം പോലെ, അടുപ്പിട പോലെ ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും പതിക്കട്ടെ. എല്ലാ ഉച്ചുമുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ചുമുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും, എല്ലാ പേശികളിലും, എല്ലാ ആന്തരിക അവയവങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. വാതരോഗങ്ങൾ, PCOD രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, പ്രോസ്റ്റേറ്റ് രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, ആമാശയ രോഗങ്ങൾ, കരരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ, ഓട്ടിസം രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തിക്കൊണ്ട് നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഒരുമിച്ച് സദയം തുടരണേ, സുഖമായി എൻ്റെ ഉള്ളം. കൈകൾ കൂപ്പുക. മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന, ഗർഭിണികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന, ഗർഭാശയത്തിൽ തകരാറുള്ള മക്കള്, സിസ്റ്റുള്ള മക്കള്, ഗർഭാശയത്തിൽ ലിക്വിഡ് കൂടുതലായിട്ടുള്ള മക്കള്, ഗർഭസംബന്ധമായ അരിഷ്ടതകളിലൂടെ പോകുന്നവരെ, അവരെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ കേൾപ്പിക്കുന്ന സമയമാണ്. വ്യത്യസ്തമായ രോഗങ്ങൾക്ക് ചികിത്സയിലിരിക്കുന്നവര്, അവരെല്ലാം പരിശുദ്ധ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ഉടമ്പടിയുടെ പിൻബലത്താലാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അന്യരാജ്യങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവര്, വിസ നഷ്ടപ്പെട്ടവര്, കയറിപ്പോരേണ്ടി വരണവര്, കേസിൽ അകപ്പെട്ടിരിക്കുന്നവര്, ജപ്തി നടപടിക്കാര്, സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവര്, ഭവനരഹിതര്, കുടുംബ കോടതിയിൽ കേസുമായിട്ടിരിക്കുന്നവര്, പിരിഞ്ഞു പോകുന്നവര്, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവര്, വിവാഹത്തിലുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളിലും വിഷമിക്കുന്നവര് എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവേ, നിൻ്റെ തിരുമുറുപാടുന്ന, നിൻ്റെ ആണിപ്പെടുതാർന്ന അത്ഭുതകരത്താൽ മക്കളെ സ്പർശിക്കണമേ. കർത്താവെ, കരുണ കാട്ടണമേ.
നിന്റെ തിരുവിലാലും മുറിവിനെ ഓർത്ത് കണ്ണ കാട്ടണമേ. നിന്റെ മുൾക്കിടത്തിലെ ചോരപ്പാടുകളെ ഓർത്തുകൊണ്ട് കണ്ണ കാട്ടണമേ. നിന്റെ മരക്കുരിശിനെ ഓർത്തുകൊണ്ട് കണ്ണ കാട്ടണമേ. കർത്താവേ, ഞങ്ങളുടെ യോഗ്യത കൊണ്ട് കർത്താവേ, അങ്ങയുടെ യോഗ്യതയാൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ജീവിത ദുരിതങ്ങളും മാറിപ്പോയിക്കൊണ്ട് ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ, സദയം തൊടേണേ. സുഖമായിടും എൻ്റെ ഉള്ളം. മുട്ടനിക്കുക. അച്ഛൻ വിട്ടുപോയ കാര്യങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട മൗന പ്രാർത്ഥനയുടെ സമയമാണ്. ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾക്ക് കിട്ടിയ ജീവിത അനുഭവങ്ങൾ, ജീവിത സാക്ഷ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ട് അന്ത്യം വരെയും വിശ്വസ്തതയിൽ നിലനിൽക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യ ജീവിതവും പ്രേക്ഷിത പ്രവർത്തനവുമെല്ലാം ഈശോയെ ഞങ്ങളുടെ സമ്പത്ത് പങ്കുവയ്ക്കുന്നതിനേക്കാൾ അപ്പുറം ഞങ്ങൾക്കുള്ള കഴിവുകളും സമയങ്ങളും അത് ആവശ്യമുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക എന്നതുകൂടിയാണെന്നുള്ള വലിയ വചന വിചിന്തനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾക്ക് കിട്ടിയ കൃപകളെല്ലാം ഈശോയെ അത് ദൈവസ്നേഹത്തോടെ നിന്റെ നാമ മഹത്വത്തിനായി മറ്റുള്ളവർക്ക് കൂടി പങ്കുവെച്ചു കൊടുക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും